അത്യുന്നതനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ യാക്കോബായ സഭയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കീഴത്തുള്ള സെൻറ് തോമസ് ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ആരാധനയിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും അതുപോലെ വചനപ്രഘോഷണത്തിലും എല്ലാം പങ്കുചേരുവാൻ ദൈവം എനിക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വേദഭാഗത്തേക്ക് ഞാൻ കടന്നു വരുവാൻ ആഗ്രഹത്തോടെ നിൽക്കുകയാണ്. 1 തിമോത്തിയോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം വാഴ്ത്തി നുറുക്കി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. വാക്യം ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്: നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവിടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഇടയലേഖനങ്ങളിൽ ഒന്നാണ് തിമോത്തിയോസിൻ്റെ ലേഖനം. തിമോത്തിയോസ് 3 ലേഖനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. 1ഉം 2ഉം തിമോത്തിയോസും തീത്തോസിന് എഴുതിയ ലേഖനവുമാണ് തിമോത്തിയോസ് എഴുതിയ ലേഖനം. ഇതിൽ എപ്രകാരമാണ് ഒരു വിശ്വാസി യഥാർത്ഥമായി ജീവിക്കേണ്ടതെന്ന് പ്രബോധിപ്പിച്ചുകൊണ്ടാണ് ഈ ലേഖനം ആരംഭിക്കുന്നത്. ഇവിടെ വായിച്ചത് എങ്ങനെയാണ്: ചിലരുടെ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവിടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി എന്നാണ്. വിശുദ്ധ വചനത്തിൽ തിമോത്തിയോസ് നമ്മുടെ ജീവിതത്തെ ഒരു കപ്പൽ യാത്രയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ തൊട്ടു മുകളിൽ ഓരോ വിശ്വാസിയും ഓരോ യോദ്ധാവാണെന്ന് വ്യക്തമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിശ്വാസവും നല്ല മനസാക്ഷിയുള്ളവരായി അതനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക എന്നുള്ളതാണ്. 1-ാമത്തെ ചിന്തയിലേക്ക് കടന്നു വരികയാണ്. ഒരു വിശ്വാസ ജീവിതം ഒരു പോർക്കളത്തിലെ ജീവിതത്തിന് തുല്യമാണ്. പോർക്കളത്തിൽ ജയവും പരാജയവുമുണ്ട്. എന്നാൽ നല്ല യുദ്ധസേവ ചെയ്യുന്നവന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരികയില്ല. ഒരു വിശ്വാസിയുടെ യുദ്ധത്തിനുള്ള ആയുധം എന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്ത്, പ്രിയമുള്ളവരെ, നമ്മൾ ഒരുക്കുന്ന വലിയ വലിയ മനുഷ്യനെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള ആയുധങ്ങളെക്കുറിച്ചല്ല. ഒരു വിശ്വാസി പോരാടേണ്ടത് പ്രാർത്ഥനയിൽ കൂടെയാണ്. പ്രാർത്ഥനയാണ് അവിടെ ഏറ്റവും വലിയ ആയുധം. പ്രാർത്ഥനയുടെ മുമ്പിൽ ഈ ലോകത്തുള്ള സകലവിധമായിരിക്കുന്ന ആയുധങ്ങളും പരാജയപ്പെടുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഒരു വിശ്വാസി ഒരു യോദ്ധാവായിരിക്കുമ്പോൾ, ഒരു ഭടനായിരിക്കുമ്പോൾ അവർ നല്ല യുദ്ധസേവ ചെയ്യേണ്ടവരാണെന്ന് ദൈവത്തിൻ്റെ വചനമോർപ്പിക്കുകയാണ്. പടക്കളത്തിൽ ഒരിക്കലും തളർന്നു പോകുവാൻ ഒരിക്കലും ഇടയായിത്തീരരുത്. ഊർജ്ജസ്വലതയോടെ ഒരു വിശ്വാസി നിലനിൽക്കണം എന്നോർപ്പിക്കുകയാണ്. പിശാച് പലപ്പോഴും തന്ത്രങ്ങളുമായി കടന്നു വന്നേക്കാം നമ്മെ പരാജയപ്പെടുത്താൻ, നമ്മെ ദുഃഖിപ്പിക്കുവാൻ. എന്നാൽ അവൻ മനസ്സാക്ഷിയിൽ ദൈവത്തോട് യഥാർത്ഥമായി വിശ്വസിച്ച് അവൻ അഭയപ്പെടുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ തോൽവി സംഭവിക്കുകയില്ലെന്ന് ദൈവവചനം ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഒരു യോദ്ധാവിന് ഉണ്ടായിരിക്കേണ്ട 1-ാമത്തെ യോഗ്യത എന്ന് പറഞ്ഞാൽ നല്ല മനസ്സാക്ഷിയുള്ളവനായിരിക്കണമെന്നാണ്. 2, ദൈവത്തെ അനുസരിക്കുന്നവനായിരിക്കണം. ചുരുക്കത്തിൽ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്ന കമാൻഡറെ അനുസരിക്കുവാൻ ഒരു യോദ്ധാവിന് ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ നല്ല യുദ്ധസേവ എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കേണ്ടവനാണ്. അവർ തളർച്ച വരാൻ ഇടയായിത്തീരരുത്. നിരാശ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഒരിക്കലും ഇടയായിത്തീരരുത്. അങ്ങനെയുള്ളവനായിരിക്കണം
ഒരു യോദ്ധാവെന്ന് ദൈവവചനത്തിൽ കൂടെ നമ്മെ ഓർപ്പിക്കുക. നാം ഓരോരുത്തരും ഓരോ ദിവസവും ഈ യുദ്ധക്കളത്തിൽ നിന്നുകൊണ്ട് പിശാചിനോട് പോരാടുന്ന യോദ്ധാക്കളാണ്. പരാജയപ്പെടാൻ ഒരിക്കലും ഇടയായി തീരരുതെന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുകയാണ്. ഇവിടെ വീണ്ടും ഓർപ്പിക്കുന്നു, നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവിടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കപ്പൽ യാത്രയ്ക്ക് സദൃശ്യമാണ്. കപ്പൽ യാത്ര ചെയ്യുന്നത് കടലിൽ കൂടെയാണ്, സമുദ്രത്തിൽ കൂടെയാണ്. തിരമാലകളെ കീറി മുറിച്ചുകൊണ്ടാണ് ഓരോ നൗകയും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തിരമാലകൾ അടങ്ങിയിട്ട് കപ്പലോട്ടം സാധ്യമല്ലല്ലോ. അതുപോലെ തന്നെ ഈ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോക ജീവിതത്തിൽ ഒരിക്കലും ഒരു വിശ്വാസി പരാജയപ്പെട്ടു പോകാൻ ഇടയായിത്തീരരുത്. എപ്പോഴും നമുക്ക് അനുകൂലമായിരിക്കുന്ന സാഹചര്യമായിരിക്കത്തില്ല. കടൽ എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കം ചില സമയങ്ങളിൽ മാത്രമേ കടൽ അല്പം ശാന്തത കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വേദപുസ്തക അടിസ്ഥാനത്തിൽ ചിന്തകന്മാർ പറഞ്ഞത് എങ്ങനെയാണ്? തിരമാലകൾ അടങ്ങിയിട്ട് കപ്പലോട്ടം സാധ്യമല്ല, തിരമാലകൾ അടങ്ങിയിട്ട് മീൻപിടുത്തവും സാധ്യമല്ല. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് കപ്പൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ പലപ്പോഴും മനുഷ്യ ജീവിതത്തിൽ തകർന്ന അനുഭവത്തിലേക്ക് അവനെ നയിക്കുകയാണ്. എന്നാൽ ഇവിടെ പറയുന്നു, പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, പ്രതിസന്ധികൾ നേരിട്ടാലും, പ്രതികൂലങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും നല്ല മനസ്സാക്ഷിയോടുകൂടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മകനും ഒരു മകളും ഒരു വ്യക്തിയും പരാജയപ്പെടുവാൻ ഇടയായി തീരുകയില്ലെന്ന് ദൈവവചനം ഓർപ്പിക്കുകയാണ്. നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞ് ജീവിത നൗക തകർന്ന രണ്ട് വ്യക്തികളെ അവിടെ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒന്ന് ഹുമനയോസും അലക്സാണ്ടറുമാണ്. അവിടെ വിശ്വാസം തള്ളിക്കളഞ്ഞിട്ട് അവിടെ വിശ്വാസ കപ്പൽ തകർന്നു പോയത്. ഹുമനയോസിനെ കുറിച്ചും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ടാമത്തെ തിമോത്തിയോസിന്റെ ലേഖനത്തിലാണ്. 2-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഹുമനയോസും ഫിലോത്തോസും അവിടെ കൂട്ടത്തിൽ ഉള്ളവരായിരുന്നു. അവർ സത്യം വിട്ട് തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളഞ്ഞു. അവിടെ സ്വന്തം ജീവിതത്തിലെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിയവരാണ് ഈ ഹുമനയോസ് എന്ന് ദൈവവചനം ഓർപ്പിക്കുകയാണ്. അതുപോലെ നമ്മൾ വിശ്വാസം ത്യജിച്ചിട്ട്, പ്രത്യാശ നശിപ്പിച്ചിട്ട് നമ്മുടെ ജീവിതം ഒരിക്കലും തകർന്നടിഞ്ഞു പോകുവാൻ നാം അനുവദിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നു. അവിടെ പഠിപ്പിക്കൽ ഇങ്ങനെയാണ്: പുനരുത്ഥാനം കഴിഞ്ഞുവെന്നാണ്. കർത്താവ് രണ്ടാമത് വന്നു എന്ന് അവർ പഠിപ്പിക്കുന്നവരാണ്. അത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചിട്ടില്ലെന്ന് എല്ലാ വിശ്വാസികൾക്കും അറിവുള്ളതാണെങ്കിലും അവർ ദൈവജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അവിടെ വിശ്വാസം തകർത്തു, അനേകരുടെ വിശ്വാസത്തെയും തകർത്തടിക്കുവാൻ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു ഹുമനയോസ് എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അനേകരുടെ വിശ്വാസം അവർ മറിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസം ത്യജിക്കുന്നവൻ്റെ ജീവിതമാണ് തകർന്നടിയതെന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുകയാണ്. പ്രത്യാശ നഷ്ടപ്പെടുന്നവരുടെ ജീവിത നൗക തകർന്നു പോകുവാൻ സാധ്യതയുണ്ട് എന്നുകൂടെ നമ്മെ വചനം ഓർപ്പിക്കുകയാണ്. ഇവിടെ വായിച്ചല്ലോ, ചിലരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയെന്ന്. ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതം ഒരു കപ്പൽ ഓട്ടത്തിന് സമാനമാണ്. തകർന്നടിഞ്ഞ അനേക കപ്പലുകളുടെ ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ ആദ്യമായി എപ്പോഴും കപ്പൽ അപകടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ടൈറ്റാനിക് എന്ന കപ്പലിനെ കുറിച്ചാണ്. പ്രിയമുള്ളവരെ, യാത്രയെ ആരംഭിച്ച് അധിക മണിക്കൂറുകൾ പിന്നിടുന്നതിന് മുമ്പ് ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഇതിനെ തകർക്കുവാൻ സാധ്യമല്ലെന്ന് വീമ്പിളക്കിയ അവിടെ എല്ലാവരുടെയും ചിന്തയെ, പ്രിയമുള്ളവരെ,
അതിശയിപ്പിച്ചുകൊണ്ട് വലിയ ഒരു മഞ്ഞുമലയിൽ തട്ടി ഇത് തകർന്നടിഞ്ഞുപോയി എന്ന് നാം വായിക്കുന്നുണ്ട്. പത്രമാധ്യമങ്ങളിൽ, വാർത്താ മാധ്യമങ്ങളിൽ ഞാൻ നിങ്ങളും അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അനേക ജീവിതങ്ങൾ ഇതുപോലെ പ്രിയമുള്ളൊരു അല്ലെങ്കിൽ നമ്മളെ വാസ്തവത്തിൽ അറിയിച്ചു കൊണ്ടിരിക്കുന്ന മുൻകരുതലുകൾ ഒരിക്കലും ജീവിതത്തിൽ ഇല്ലാതെ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ ഇതുപോലെ കപ്പൽ തകർന്നടിഞ്ഞതുപോലെ, ടൈറ്റാനിക്കിനെ പോലെ തകർന്നടിഞ്ഞു പോവുകയാണ്. പല മുന്നറിയിപ്പുകളും അവഗണിച്ചപ്പോഴാണ് ഈ ടൈറ്റാനിക്കിന് അപകടം സംഭവിച്ചത്. 2-3 പ്രാവശ്യം കപ്പിത്താന് സന്ദേശം ലഭിച്ചതാണ്. വലിയൊരു മഞ്ഞുമല ഒഴുകി വരുന്നുണ്ട്. കപ്പലെത്ര ശക്തമാണെങ്കിലും കപ്പലിൻ്റെ 10 മടങ്ങ് ശക്തിയുള്ള ഒഴുക്കിൽപ്പെട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന തിരമാലകൾ ഈ കടലിൽ കൂടെ ഒഴുകി വരുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഗതി മാറി ഒഴുകണമെന്ന് അല്ലെങ്കിൽ ഓടിക്കണമെന്ന് അവരോട് പറഞ്ഞിട്ടും അവരത് അനുസരിക്കാതെ പ്രിയമുള്ളവരെ ഹുങ്ക് കാണിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയം വയ്ക്കാതെ മുമ്പോട്ട് കടന്നുപോയി. നിമിഷ നേരം കഴിഞ്ഞില്ല, തിമിർത്തുല്ലസിച്ചു കൊണ്ടിരുന്ന ആ കപ്പലിലെ ജീവനക്കാരോടും യാത്രക്കാരോടും ഒരുമിച്ച് ഈ മഞ്ഞുമലയിൽ തട്ടി ഈ കപ്പൽ തകർന്ന് കടലിൻ്റെ അഗാധതയിലേക്ക് ആണ്ടുപോയ ചരിത്രം നമ്മൾ വിശ്വസിക്കുന്നില്ല. ഈ വാക്യം വായിക്കുമ്പോഴെല്ലാം നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത് ഈ ടൈറ്റാനിക് കപ്പലിൻ്റെ അധപ്പതനത്തെക്കുറിച്ചാണ്, തകർച്ചയെക്കുറിച്ചാണ്. അപ്പോൾ വിശ്വാസം ത്യജിക്കുക, മുൻ അറിയിപ്പിനെ നമ്മൾ പലപ്പോഴും അവഗണിക്കുക. ദൈവവചനത്തിൽ കൂടെ പല മുൻ അറിയിപ്പുകളും നമുക്ക് ദൈവം തരുന്നുണ്ട്. നീ ഇപ്രകാരം ജീവിച്ചാൽ നിന്റെ ജീവിതനാവുക തകരുവാൻ ഇടയായിത്തീരും. നിന്റെ ജീവിതം തകർന്നടിഞ്ഞു പോകുവാൻ പലപ്പോഴും മുഖാന്തരമായി തീരുന്നത് കൊണ്ട് നീ ഒരിക്കലും മുൻകരുതലില്ലാതെ മുമ്പോട്ട് കടന്നു പോകരുത്. ഒരിക്കലും നിനക്ക് തരുന്ന മുൻകരുതലുകളെ നീ അവഗണിച്ചുകൊണ്ട്, മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് കടന്നു പോകരുത്. ലോകത്ത് റോഡിൽ കൂടെ ഞാനും നിങ്ങളും യാത്ര ചെയ്യുമ്പോൾ പല ബോർഡുകളും നമുക്ക് കാണാൻ സാധിക്കും. മുന്നിൽ കാണുന്നത് അപകട മേഖലയാണ്. ഈ മുന്നറിയിപ്പിനെ അവഗണിച്ചാൽ തീർച്ചയായിട്ടും യാത്രക്കാർ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. വലിയ വലിയ കൊടും വളവിലും അവിടെയും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹോണടിച്ച് മുമ്പോട്ട് കടന്നുപോയില്ല എങ്കിൽ മുന്നിൽ വരുന്ന വാഹനത്തിന് നിങ്ങളുടെ വാഹനത്തെ അറിയാൻ സാധ്യമായി തീരത്തില്ലേ. അതുകൊണ്ട് ഹോണടിച്ച് കടന്നു പോകണമെന്ന് പറയുന്ന സ്ഥലത്ത് ഹോണടിക്കാതെ മുന്നേറുമ്പോൾ ഞാനും നിങ്ങളും ഇതുപോലുള്ള മുന്നറിയിപ്പുകളെ അവഗണിക്കുകയാണ്. ആരെല്ലാം മുന്നറിയിപ്പുകളെ അവഗണിച്ചിട്ടുണ്ടോ അവിടെ ജീവിതയാത്രയിലുള്ള ജീവിത നൗക തകർന്നടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുന്നറിയിപ്പിനെ അവഗണിക്കുവാൻ നമുക്കൊരിക്കലും ഇടയായി തീരരുത്. മുന്നറിയിപ്പുകളെല്ലാം വാസ്തവത്തിൽ ദൈവം തരുന്ന ആലോചനയാണെന്ന് നമുക്ക് ചിന്തിക്കുവാൻ, അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്കിടയായി തീരണം. അപ്രകാരം പ്രിയ മുന്നറിയിപ്പിനെ ശിരസ്സ വഹിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന യാത്രക്കാരന് ഒരിക്കലും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ലെന്ന് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുന്നറിയിപ്പിനെ അവഗണിക്കാതെ അതിനെ നമുക്ക് സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് കടന്നു പോകാൻ ഇടയായിത്തീരും. ഇവിടെ പ്രിയമുള്ള നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവിടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. വിശുദ്ധ വചനം പഠിക്കുമ്പോൾ, വചനത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ വേദപുസ്തകം മുന്നറിയിപ്പ് തരുന്ന ചില തകർന്നടിഞ്ഞ വിശ്വാസ ജീവിതങ്ങൾ ആയിരുന്നിട്ടും അവിടെ വിശ്വാസം ത്യജിച്ച് തകർന്നടിഞ്ഞു പോയ വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് ഇടയായിട്ട്. ഒന്നാമത് തന്നെ യൂദയുടെ ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം. യൂദ തൻ്റെ വിശ്വാസം ത്യജിച്ചവനാണ്. കർത്താവായിരിക്കുന്ന ഈ യേശുക്രിസ്തുവിനെ കൂടെ നടന്നവൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് അനുഭവിച്ചവൻ. അവൻ പോലും ക്രിസ്തുവിലുള്ള വിശ്വാസം അവൻ തള്ളിക്കളഞ്ഞു. അവൻ്റെ വിശ്വാസ കപ്പൽ, അവൻ്റെ ജീവിത നൗക തകർത്ത് കളഞ്ഞു എന്ന് ദൈവത്തിനവൻ നമ്മെ ഓർപ്പിക്കുകയാണ്. അവൻ കെട്ടിജാന്ന് മരിച്ചു എന്ന്. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് ദൈവം നമ്മെ ഓർപ്പിക്കുമ്പോൾ അവൻ്റെ വിശ്വാസ കപ്പൽ എന്നേക്കുമായി തകർന്നടിഞ്ഞു.
പ്രിയമുള്ളവരെ, ഒരു കയറിൻ്റെ തുമ്പത്ത് അവൻ്റെ വിശ്വാസ നൗക തകർന്നടിഞ്ഞു പോയി എന്ന് വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അവൻ കെട്ടിത്തൂങ്ങി മരിച്ചു എന്നാണ്. മനോഹയുടെ മകനായിരിക്കുന്ന ശിംശോൻ ദൈവത്തിൻ്റെ നാസിർ വൃതക്കാരനായിരുന്നു. ശിംശോൻ അവൻ എല്ലാം അവഗണിച്ചവനാണ്. അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അവൻ അവഗണിച്ചു. ജനനം മുതൽ, അമ്മയുടെ ഗർഭം മുതൽ നാസിർ വ്രതക്കാരനായി ജീവിക്കേണ്ടവനായിരുന്നു ശിംശോൻ. പക്ഷേ ഈ ലോകത്തിൻ്റെ പറ്റുമാനങ്ങളിലേക്ക് അവൻ കടന്നുപോയി. പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന വചനം അവൻ വിസ്മരിച്ചു. ആ വചനത്തെ അവൻ തിരസ്കരിച്ചു. ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. അമ്മയെയും അപ്പനെയും അവൻ അനുസരിച്ചില്ല. അവിടെ വാക്കിന് വിരുദ്ധമായി പ്രവർത്തിച്ചവൻ. അവരുടെ ജീവിതം അല്പായുസുള്ളവനായി, അവൻ്റെ ജീവിത നൗക തകർന്നു പോയി എന്ന് ദൈവവചനത്തിൽ ഞാൻ നിങ്ങൾ വായിക്കുന്നുണ്ട്. ഗർഭം മുതൽ നാസിർ വൃതക്കാരനായി ദൈവ പൈതലായി ജീവിക്കേണ്ടവൻ ലോകത്തിൻ്റെ പറ്റുമാനങ്ങളിലേക്ക് അവൻ കടന്നുപോയി. ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ അവൻ അവഗണിച്ചു. ദൈവത്തിൻ്റെ പദ്ധതിക്ക് അവൻ ചെവി കൊടുത്തില്ല. മാതാപിതാക്കളുടെ വാക്കിന് അല്പം പോലും ചെവി കൊടുക്കാതെ സ്വന്തം ഇഷ്ടത്തിന് മുന്നേറുകയാണ്. അതൊരിക്കലും മുന്നേറ്റമായിരുന്നില്ല. അവൻ്റെ പരാജയം അവിടെ ആരംഭിച്ചു. ശിംശോൻ്റെ അന്ത്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഒരു വീരനെ പോലെ അവൻ മരിക്കേണ്ടവനാണ്. ഒരു ഉന്നതമായിരിക്കുന്ന വിശ്വാസിയുടെ മരണത്തിൻ്റെ അനുഭവം അവന് ലഭിക്കേണ്ടതാണ്. എന്നാൽ പ്രിയമുള്ള ദാഗോന്റെ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ആളുകളുടെ മധ്യത്തിൽ വെച്ച് നിന്നയും പരിഹാസവും ഏറ്റ് അവൻ ആലയത്തിൻ്റെ അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ 2 തൂണുകളിൽ പിടിച്ച് അവൻ തൂണുകൾ, പ്രിയമുള്ളവരെ, അവൻ നശിപ്പിച്ച് അവൻ്റെ മേൽ ഈ ക്ഷേത്രം വീണ് അവനോടൊപ്പം അനേകർ മരിക്കുവാൻ ഇടയായി തീർന്നു. അവൻ്റെ ജീവിത നൗക മാത്രമായിരുന്നില്ല, അനേക വിശ്വാസ ജീവിത കപ്പൽ അവിടെ തകർന്നടിഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അനേകരോടുകൂടെ ദാഗോന്റെ ക്ഷേത്രത്തിൽ വെച്ച് ജാതികളോടുകൂടെ മരിക്കുവാൻ അവന് ഇടയായി തീർന്നു. അവൻ്റെ വിശ്വാസ നൗക അവിടെ തകർന്നടിഞ്ഞു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ 2 വ്യക്തി ജീവിതങ്ങൾ അവിടെ വിശ്വാസ കപ്പൽ തകർന്നു പോയത് നമ്മൾ കണ്ടതാണ്. മറ്റൊരു ഭാഗത്തെ കടന്നു വരുമ്പോൾ എലിമലേക്ക് മക്കൾ മഹളോൻ, കില്യോൻ, ഇവരുടെ കുടുംബം തന്നെ ഒരുമിച്ച് പരാജയത്തിലേക്ക് കടന്നു പോകാൻ ഇടയായിത്തീർന്നു. അവർ വിശ്വാസം ത്യജിച്ചതാണ് കാരണം. അവർ അനുഗ്രഹത്തിൻ്റെ ദേശത്ത് നിന്നാണ് അവർ നാശത്തിൻ്റെ, പാപത്തിൻ്റെ, പ്രിയമുള്ളവരെ, പടുകുഴിയായിരിക്കുന്ന ദേശത്തേക്ക് അവൻ കടന്നുപോയത്, മോവാബിലേക്ക് കടന്നുപോയത്. മോവാബിനെ കുറിച്ച് നമുക്കറിയാം. ആരാണ് മോവാബിരെന്നറിയാം. സ്വന്തം അപ്പനാൽ മക്കൾ ഗർഭം ധരിച്ച് അവർ പ്രസവിച്ച മക്കളും അവിടെ പരമ്പരകളും ജീവിക്കുന്ന ദേശമാണ് ആ ദേശമെന്ന് നമുക്ക് കാണുവാനിടയായിത്തീരും. മോവാബ് ദേശം പാപികൾ വസിക്കുന്ന ദേശമാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം അപ്പനാൽ മക്കൾ ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം മ്ലേച്ഛകരമായിരിക്കുന്ന അധപ്പതിച്ച ജനത ദിവസിക്കുന്ന ദേശമാണ്. അനുഗ്രഹത്തിൻ്റെ ദേശത്തു നിന്ന് ശാപഗ്രസ്തമായിരിക്കുന്ന ദേശത്തേക്ക് അവർ കടന്നുപോയി. അവർക്ക് ചിന്തിക്കാമായിരുന്നു, എലിമലേക്ക് ചിന്തിക്കാമായിരുന്നു, പട്ടിണി വന്നാലും ഞങ്ങളെ കൈപിടിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ എലിമലേക്ക് ചിന്തിച്ചില്ല. അങ്ങനെയാണ് അവിടെ വിശ്വാസം ത്യജിക്കപ്പെടുകയായി തീർന്നത്. ഞങ്ങൾ ജനിപ്പിച്ച ദൈവത്തിന് ഞങ്ങളെ പരിപാലിക്കുവാൻ കഴിയുമെന്ന് അവർക്ക് ചിന്തിക്കാമായിരുന്നു. അവിടെ ബുദ്ധി കൊണ്ട് അവർ ചിന്തിക്കുകയാണ്, നമ്മൾ അനുഗ്രഹത്തിൻ്റെ നാടാണ് ബേത്ലഹേമെന്ന് അവർക്കറിയാമെങ്കിലും അവർ അതെല്ലാം ഉപേക്ഷിച്ച് താൽക്കാലികമായിരിക്കുന്ന ആശ്വാസത്തിന് വേണ്ടി അവർ മോവാബിലേക്ക്, ശപിക്കപ്പെട്ട ദേശത്തേക്ക് യാത്രയായി. എന്താണ് സംഭവിച്ചത്? അവിടെയും വിശ്വാസ കപ്പൽ
മോവാബ് ദേശത്ത് തകർന്നടിഞ്ഞു പോയി. ജാതികളുടെ ദേശത്ത്, ദൈവാരാധനയില്ലാത്ത ദേശത്ത്, മോവാബിൽ എലിമലേക്കും മക്കൾ മഹളോനും കില്യോനും അവിടെ ജീവിത നൗക തകർന്നടിഞ്ഞ് മോവാബിൻ്റെ മണ്ണിൽ അവർ ലയിച്ചു ചേർന്നു. പ്രിയ സഹോദര സഹോദരി, ഞാൻ പറഞ്ഞു, ഈ ജീവിതയാത്രയിൽ പ്രശ്നങ്ങൾ വരാം, പ്രതികൂലങ്ങൾ വരാം. എവിടെയും ദൈവത്തിൽ ആശ്രയിച്ചാൽ നിന്റെ ജീവിത നൗക വിശ്വാസത്തോണി തകർന്നു പോകാതെ അവൻ നേരെയാക്കുന്നവനാണ്, നേരെ നടത്തുന്നവനാണ്. കൊടുങ്കാറ്റടിക്കുമ്പോൾ, തിരമാലകൾ കടന്നു വരുമ്പോൾ, സുനാമി കടന്നു വന്നാലും പ്രിയമുള്ളവരെ, നിന്റെ നൗകയുടെ അമരത്ത് അവനുണ്ട് എന്ന ചിന്ത നമ്മെ ഭരിക്കാനിടയായിത്തീരണം. എൻ്റെ വിശ്വാസ കപ്പൽ, എൻ്റെ നൗകയിൽ അമരക്കാരനായി യേശു ഉള്ളതുകൊണ്ട് എൻ്റെ വിശ്വാസ കപ്പൽ തകരുകയില്ലെന്ന് നമുക്ക് ചിന്തിക്കുവാൻ നമുക്കിടയായിത്തീരണം. അമരത്ത് കർത്താവിനെ ഇരുത്തുവാൻ നമുക്കിടയായിത്തീർന്നാൽ എത്ര വലിയ കൊടുങ്കാറ്റ് വന്നോട്ടെ, എത്ര വലിയ തിരമാലകൾ വന്നോട്ടെ, സുനാമി അഞ്ഞടിച്ചോട്ടെ, തിരമാലകൾ പ്രിയമുള്ളവരെ പർവ്വതങ്ങളെ പോലെ ഉയരത്തിൽ കടന്നു വന്നാലും നീ പേടിക്കേണ്ടി വരികയില്ല. ആ തിരമാലകൾക്കൊന്നും നിന്റെ ജീവിത നൗകയെ തകർക്കുവാൻ സാധ്യമായി തീരത്തില്ല. കാരണം അതിൻ്റെ അമരത്തുള്ളവൻ പ്രകൃതിയിന്മേൽ അധികാരമുള്ളവനാണ്, കാറ്റിന്മേലും കടലിന്മേലും അധികാരമുള്ളവനാണ്. കാറ്റേ നീ അടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ കാറ്റ് ശാന്തമായി. കടലേ അടങ്ങുക എന്നവൻ പറഞ്ഞപ്പോൾ കടൽ ശാന്തമായി. ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിന് നേരെ, ജീവിത നൗകയ്ക്ക് നേരെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന തിരമാലകളും കൊടുങ്കാറ്റുകളും ശമിപ്പിക്കുവാൻ എൻ്റെ കർത്താവുണ്ടെന്ന് ഞാൻ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ഈ നൗക ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കും എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഓർപ്പിക്കുന്നു, ഒരിക്കലും നിന്റെ വിശ്വാസം തള്ളിക്കളഞ്ഞ് നിന്റെ ജീവിത നൗക തകർന്നു പോകുവാൻ ഒരിക്കലും ഇടയായിത്തീരരുത്. 3 വ്യക്തികളെ നമ്മളൊന്ന് പരിചയപ്പെട്ടു. ഒന്ന് യൂദ, അവൻ്റെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. 2 മനോഹയുടെ മകൻ ശിംശോൻ, അവനും അവൻ്റെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. കാരണം അവൻ്റെ വിശ്വാസം ത്യജിച്ചു എന്നാണ്. 3ാമതായി ചിന്തിച്ചത് എലിമലേക്കിനെയും അവൻ്റെ കുടുംബത്തെക്കുറിച്ചുമാണ്. എലിമലേക്കും മഹളോനും കില്യോനും മോവാബ് ദേശത്ത് കടന്നു എന്ന് മോവാബിലെ സ്ത്രീകളെ വിവാഹം കഴിച്ച്, എന്നാൽ സന്തതി പരമ്പര ലഭിക്കുന്നതിന് മുമ്പ് അവിടെ വിശ്വാസ കപ്പൽ തകർന്നിട്ട് അവിടെ ജീവിത നൗക തകർന്നു പോയി എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. വിഗ്രഹങ്ങളുടെ നാടായ മോവാബിൽ വെച്ച് വിശ്വാസ കപ്പൽ തകർന്നു പോയി. നാം വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ്, വിശ്വാസത്തിൽ നടക്കുന്നവരാണ്, വിശ്വാസം ഏറ്റുപറഞ്ഞവരാണ്. നിന്റെ മരണം വരെയും ഈ വിശ്വാസത്തിൽ നിലനിൽക്കാൻ നമുക്ക് സാധിച്ചാൽ വഴിയിൽ അല്ലെങ്കിൽ കടലിൻ്റെ മധ്യത്തിൽ വെച്ച് ഈ നൗക തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ലെന്ന് ദൈവം നമ്മെ ഓർപ്പിക്കുകയാണ്. കപ്പൽ ഇടയ്ക്ക് വെച്ച് തകർന്നു പോകാൻ ഇടയായിത്തീരരുത്. 107-ാമത്തെ സങ്കീർത്തനം 29-30 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു വചനം, ദൈവവചനം നമുക്ക് കാണുവാൻ സാധിക്കും. 107-ാമത്തെ സങ്കീർത്തനമാണ്. അവിടെ 29-30 വാക്യങ്ങളാണ് നമ്മെ ആശ്വസിപ്പിക്കുന്ന വാക്യങ്ങളാണത്. അത് ഇപ്രകാരമാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. 107-ാമത്തെ സങ്കീർത്തനം 29-30 വാക്യങ്ങൾ. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവരെ എത്തിച്ചു എന്നാണ്. ഈ യാത്ര എത്തേണ്ടടുത്ത് നമ്മൾ എത്തിച്ചേരുകയില്ല,
അവൻ നമ്മെ എത്തിപ്പിക്കുകയാണ്. അവൻ നമ്മളെ അവിടെ എത്തിക്കുകയാണ്. ആരാണ് നമ്മുടെ ജീവിത നൗക തുഴയുന്നത്? ആരാണ് ഈ നൗകയുടെ അമരത്തിരിക്കുന്നത്? അവൻ ഈ ശാന്തതയുള്ള തുറമുഖത്ത് അവൻ നമ്മെ എത്തിക്കുകയാണ്. ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ ജീവിത നൗക ടൈറ്റാനിക്കിനെ പോലെ കടലിൻ്റെ മധ്യത്തിൽ വെച്ച് ആഴിക്കടലിലേക്ക് തകർന്നടിഞ്ഞു പോകുവാൻ ഇടയായിത്തീരരുത്. വിശ്വാസം ത്യജിച്ചാൽ നിന്റെ വിശ്വാസ കപ്പൽ തകർന്നടിഞ്ഞു പോകും. നീതി നിഷേധിക്കപ്പെട്ടാൽ വിശ്വാസ കപ്പൽ തകർന്ന് അടിഞ്ഞു പോകും. മുന്നറിയിപ്പിനെ അവഗണിച്ചാൽ വിശ്വാസ കപ്പൽ തകർന്നടിയും. അതിനെയാണ് കുറിവാക്യത്തിൽ നമ്മൾ വായിച്ചത്. നിങ്ങളുടെ വിശ്വാസം ത്യജിച്ചിട്ട് നിങ്ങളുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകരുത്. എന്നാൽ വിശ്വാസ കപ്പൽ തകർന്നു പോകാതെ സകലതും നഷ്ടപ്പെട്ടിട്ടും ഉദ്ദേശിച്ച തുറമുഖത്ത് അവന് നൗക എത്തിക്കുവാൻ കഴിഞ്ഞ വ്യക്തിയാണ് ഇയ്യോബ്. അവൻ്റെ സമ്പത്ത് സകലം നഷ്ടപ്പെട്ടു. ആടുമാടുകൾ നഷ്ടപ്പെട്ടു. ഈ ലോകത്ത് ഭൗതികമായിരിക്കുന്ന നേട്ടങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു. അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു. ശരീരം മുഴുവൻ വ്രണം വന്ന് പുഴുവരിക്കുന്ന അവസ്ഥയിലേക്ക് ജീവിതം എത്തപ്പെട്ടു. അവൻ വിചാരിച്ചു അവൻ്റെ ജീവിത നൗക തകർന്നു പോകുമെന്ന്. എന്നാൽ അവിടെ ഒന്നും അവൻ്റെ വിശ്വാസം തകർന്നടിഞ്ഞില്ല. വിശ്വാസത്തിന് കോട്ടം തട്ടിയില്ല. അവൻ്റെ ജീവിതത്തിൽ വന്ന ഓരോ തകർച്ചയും അവനെ അഭിവൃദ്ധിയിലേക്ക് കരം പിടിക്കുവാൻ അവന് മുഖാന്തരമായി തീർന്നു. അവൻ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു. ആരോഗ്യം ക്ഷയിച്ചു, മൃഗസമ്പത്ത് നശിച്ചു, എല്ലാം നശിച്ചിട്ടും അവൻ്റെ വിശ്വാസത്തിന് അണുവിട പോലും മാറ്റം വരുവാൻ അവൻ അനുവദിച്ചില്ല. എല്ലാം നഷ്ടപ്പെട്ടിട്ടും നഷ്ടങ്ങളിലേക്ക് നോക്കി നിന്ന് അവൻ നെടുവീർപ്പിടുകയല്ല ചെയ്തത്. അവൻ പ്രത്യാശയുടെ കണ്ണുകൊണ്ട് അവൻ നടത്തിയ ദൈവത്തെ അവൻ കണ്ടു. അവൻ പറഞ്ഞത് എങ്ങനെയാണ്? യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അവൻ്റെ വിശ്വാസ കപ്പൽ തകർന്നു പോകുവാൻ, അവൻ്റെ ജീവിത നൗക തകർന്നടിയുവാൻ ഒരിക്കലും ഇടയായി തീർന്നില്ല. അവൻ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ എത്തിപ്പെടുവാൻ അവൻ്റെ പ്രത്യാശ അവന് പ്രിയമുള്ളവരെ അനുവദിച്ചു എന്ന് ദൈവത്തിൻ്റെ വനമോർപ്പിക്കുകയാണ്. പ്രത്യാശ നഷ്ടപ്പെടാതെ വിശ്വാസം നഷ്ടപ്പെടാതെ നമ്മുടെ വിശ്വാസം അരക്കിട്ടുറപ്പിച്ച് തീയിൽ ഊതിക്കഴിച്ച് കറയില്ലാത്തൊരു ജീവിതത്തിനുടമയായി ഞാനും നിങ്ങൾ മുന്നേറുമ്പോൾ, ജീവിതം ക്രിസ്തുവിൽ സമർപ്പിച്ച് മുമ്പോട്ട് കടന്നു പോകുമ്പോൾ ഇതൊരിക്കലും തകരുവാൻ ഇടയായിത്തീരുകയില്ല. പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ, പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ, രോഗത്തെയും ഭാരത്തെയും അതിജീവിക്കുവാൻ നമ്മുടെ വിശ്വാസം നമുക്ക് മുഖാന്തരമായി തീരും. വിശ്വാസം എവിടെ ത്യജിക്കുന്നുവോ അവിടെ പരാജയമാണ്. വിശ്വാസം ത്യജിക്കാതെ നമ്മൾ ചിന്തിക്കണം, ഈ ലോകത്ത് നീ ഇരിക്കുന്ന ജീവിതം ഇഹത്തിൽ അവസാനിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിത നൗക അക്കരയുടെ ദേശത്തെത്തണം. ഞാൻ എൻ്റെ നൗക അക്കരെ എത്തിക്കുവാൻ നീ എൻ്റെ അമരക്കാരനായിരിക്കണം. എൻ്റെ വിശ്വാസത്തിന് അല്പം പോലും കുറവ് സംഭവിക്കാൻ ഇടയായിത്തീരരുത്. വിശ്വാസം ത്യജിക്കുമ്പോഴാണ് വിശ്വാസ കപ്പൽ ജീവിതം തകരുന്നതെന്ന് ദൈവവചനം ഉറപ്പിച്ചു. അവന് ഒരിക്കലും വിശ്വാസ കപ്പൽ തകർന്നു പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് മുന്നേറാൻ നമുക്കിടയായിത്തീരണം. ദാനിയേലിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ അത് തന്നെയാണ്. അവിടെ വിശ്വാസ കപ്പലെ തകർക്കുവാൻ ഈ ലോകത്തിലെ ശക്തികളും ഉന്നതന്മാരായിരിക്കുന്ന സ്ഥാനമാനികളും ആഗ്രഹിച്ചപ്പോഴും തകർത്ത് കളയുവാൻ പദ്ധതിയിട്ടപ്പോഴും അവൻ്റെ വിശ്വാസം ത്യജിച്ചില്ല. അവിടെ വിശ്വാസത്തിന് കോട്ടം തട്ടിയില്ല. അവിടെ വിശ്വാസ കപ്പൽ തകർന്നടിയുവാൻ ദൈവം അനുവദിച്ചില്ല. അവൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ശാന്തതയോടെ ആ കപ്പലെത്തിക്കുവാൻ അവർക്ക് സാധിച്ചു. നമ്മുടെ ജീവിത നൗകയും ഓട്ടം തികച്ച് തിരമാലകളെ കീറി മുറിച്ച്
പ്രതിസന്ധികളെ അവഗണിച്ചുകൊണ്ട് പ്രതികൂലങ്ങൾ ഏറെ വന്നാലും ദൈവമാണ് എൻ്റെ നൗകയെ നിയന്ത്രിക്കുന്നത്. കർത്താവാണ് എൻ്റെ നൗകയുടെ അമരക്കാരൻ. എൻ്റെ വിശ്വാസ കപ്പൽ തകർന്നടിയുവാൻ അനുവദിക്കത്തില്ല. അവനോടൊത്ത് അവൻ അമരക്കാരനായി ഞങ്ങളും അവനായിരിക്കുന്ന പടകിൽ അക്കരയെത്തുവാൻ നമുക്ക് ദൈവം ഭാഗ്യം തരട്ടെ. ഇടയ്ക്ക് തകർന്നടിയേണ്ട നൗകകളല്ല നമ്മൾ, അക്കരയെത്തേണ്ട നൗകകളാണ് ഞങ്ങളും, അക്കരയെത്തേണ്ട കപ്പലുകളാണ് ഞങ്ങളും. അതുപോലെ ഈ ജീവിത നൗക അക്കരയെത്തിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് എല്ലാവരും എന്നെ കേട്ട എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ഈ കേട്ട വചനങ്ങളാൽ നമ്മൾ ആശ്വസിക്കുകയും ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജീവിത നൗക, ഈ കപ്പൽ തകരാൻ, നമ്മുടെ വിശ്വാസം ത്യജിക്കപ്പെടുവാൻ ഇടയായി തീരാതെ മുന്നേറുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിയ നോമ്പിൻ്റെ 40 ദിനങ്ങൾ പിന്നിട്ടു. സാത്താനോട് പോരാടി നമ്മുടെ യേശു തമ്പുരാൻ വിജയം പ്രാപിച്ചു. ചീഞ്ഞു നാറി കല്ലറയ്ക്കുള്ളിൽ കിടന്ന ലാസറിനെ ദൈവശബ്ദം, യേശുവിൻ്റെ ശബ്ദം, മരണത്തിൻ്റെ വക്രത്തിൽ നിന്നല്ല, ചീഞ്ഞളിഞ്ഞ അനുഭവത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് ജീവൻ നൽകി. ഏത് ചീഞ്ഞളിഞ്ഞ ജീവിതങ്ങളെയും യേശു തമ്പുരാൻ ഉയർപ്പിക്കും. യേശുവിൻ്റെ അടുത്തേക്ക് വന്നാൽ. ദൈവമക്കളെ, ഇന്ന് അനേക ജീവിതങ്ങൾ ചീഞ്ഞളിഞ്ഞ് കിടക്കുകയാണ്. ദുർഗന്ധം വമിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഹല്ലേലൂയ അവരെ കോരിയെടുക്കാൻ യേശുവിന് കൊതിയുണ്ട്. ദൈവമക്കളെ, നാളെ ഓശാനയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുന്നു. ഹോശന്ന, ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് അതിനർത്ഥം. സിസ്റ്റർ കൂടുതലായി ഒന്നും പറയുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, പാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. ഹല്ലേലൂയ. എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും, വൈതരണികളിൽ നിന്നും, രോഗത്തിൽ നിന്നും, ഭാരത്തിൽ നിന്നും, വേദനകളിൽ നിന്നെല്ലാം രക്ഷിക്കുന്നവൻ അവിടുന്ന് മാത്രമാണെന്ന് നമുക്ക് ഏറ്റുപറയാം. യേശുവേ, അവിടുന്ന് കാൽവറി ക്രൂശിൽ അവസാനത്തുള്ളി രക്തവും ഊറ്റിത്തന്നത് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ദൈവമക്കളെ, ഇന്ന് കേട്ട വചനത്തെ പ്രതി നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഏത് പ്രതികൂലങ്ങളിലും നമ്മുടെ ജീവിത നൗക താണുപോകാതെ, തകർന്നു പോകാതെ വിശ്വാസ കപ്പൽ മുന്നോട്ട് 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 നയിക്കുവാൻ ഉതകത്തക്ക വിധത്തിലുള്ള വചനം ഇന്ന് നമുക്ക് കിട്ടി. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. വചനം പറഞ്ഞ പ്രിയപ്പെട്ട കുര്യാക്കോ സാറിനെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമക്കളെ, വിശുദ്ധിയോടെ ജീവിച്ച് സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരാൻ ഈ വലിയ നോമ്പും പീഠാനുഭവവും എല്ലാം മുഖാന്തരമായി തീരട്ടെ. ഇന്നത്തെ തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കുടുംബമാണ്. പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിരിക്കുന്ന ആ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ എല്ലാം തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ആ ദമ്പതികളുടെ മക്കളെയും മാതാപിതാക്കളെയും എല്ലാം തമ്പുരാനെ അങ്ങ് അറിയുന്നു. രോഗാവസ്ഥയിലായിരിക്കുന്ന മാതാപിതാക്കളോട് കരുണ തോന്നണമേ. കുഞ്ഞുങ്ങളെ ആത്മീയമായി വളർന്ന് ഹല്ലേലൂയ നല്ല ജീവിതാനുഭവമുള്ള മക്കളായി ദൈവാനുഭവത്തിൽ ജീവിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്പോൺസർ ചെയ്തിരിക്കുന്ന ദമ്പതികളെ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ദൈവമക്കളെ, കഷ്ടാനുഭവാഴ്ച ഏറ്റവും എളിമയോടെ വിശുദ്ധിയോടെ ആചരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത മാസം 7-ാം തീയതി ആന്തരിക സൗഖ്യ ധ്യാനം ആരംഭിക്കുകയാണ്. അതുപോലെ പഠനാരംഭ ധ്യാനമുണ്ട്. എല്ലാ ശനിയാഴ്ചകളിലും തിരുവചനാഗ്നി ധ്യാനം, യൂട്യൂബിൽ ഞായറാഴ്ച എവൻഗേലിയൻ സന്ദേശവുമുണ്ട്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഗൂഗിൾ മീറ്റ് ഉണ്ട്. ബൈബിൾ ക്ലാസ്, ബൈബിൾ സ്റ്റഡി, വചന ധ്യാനം. അതുപോലെ എല്ലാ ശനിയാഴ്ചയും ഉച്ചവരെ ധ്യാനമുണ്ട്. ഒന്നിടവിട്ടുള്ള വെള്ളിയാഴ്ചകളിൽ അഭിനന്ദ മാത്യൂസ് മാർ അഫ്രൈം പിതാവിൻ്റെ ബൈബിൾ ക്ലാസ് ഉണ്ട്. എല്ലാം ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുകയും കടന്നു വന്ന് സഹകരിക്കുകയും ചെയ്യണമേ എന്ന് വളരെ വിനയത്തോടെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും
പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയോടുകൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.